ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ സമോസയാണ്. അതിന് വേണ്ടിയിട്ട് ഓരോ കപ്പ് വീതം ഞാനിവിടെ ക്യാബേജ് നീളത്തിലരിഞ്ഞതും ക്യാരറ്റ് നീളത്തിലരിഞ്ഞതും എടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, 3 പൊട്ടറ്റോ പുഴുങ്ങിയെടുത്തത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചത്, 1 ടീസ്പൂൺ ചെറിയ ജീരകം. ഇത്രയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാവുമ്പോഴേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോഴേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ജീരകം ഇതിലിട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ക്യാബേജും ക്യാരറ്റും കൂടി ഒരുമിച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ നമ്മളിത് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റാം. ഈ ക്യാബേജും ക്യാരറ്റും പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. ഒന്ന് വഴണ്ട് കഴിയുമ്പോഴേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി പുഴുങ്ങി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇത് പൊടിച്ചെടുക്കേണ്ട കാര്യമില്ല. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിവിടെ ഞാൻ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ മല്ലിയില കൂടി വിതറി ഇതൊന്നും കൂടി ഒന്ന് ഇളക്കിയ ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഇത് നല്ലതുപോലെ തണുക്കാനായിട്ട് വയ്ക്കാം. ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് സമോസയുടെ ഷീറ്റ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. സമോസ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഐസ് വാട്ടറാണ് ഉപയോഗിക്കുന്നത്. ഐസ് വാട്ടർ ഉപയോഗിച്ച് ഇത് കുഴച്ചെടുത്താലേ നല്ല ക്രിസ്പിനെസ് ഇതിനുണ്ടാകത്തുള്ളൂ. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം ഇത് കുഴച്ചെടുക്കേണ്ടത്. കുറച്ച് ടൈറ്റായിട്ട് വേണം ഈ മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇതിവിടെ ഞാൻ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് പാത്രം മൂടി അരമണിക്കൂർ മാറ്റി വെക്കാം. ഇനി നമുക്ക് സമോസ ഷീറ്റ് ഒട്ടിച്ചെടുക്കുവാനുള്ള ഗ്ലൂ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ മൈദാമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊരു തിക്ക് ബാറ്ററായിട്ട് കലക്കിയെടുക്കാം. സമോസ ഷീറ്റ് ഒട്ടിച്ചെടുക്കാനുള്ള ഗ്ലൂ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിവിടെ അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസാക്കി പരത്തിയെടുക്കാം.
ടേബിൾ കൗണ്ടർ നന്നായിട്ട് തുടച്ചിട്ട് ഓരോ ഉരുള മാവ് എടുത്ത് വെച്ചിട്ട് കുറച്ച് മാവ് ഒന്ന് ഇതിന് മുകളിൽ വിതറിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. വളരെ കനം കുറച്ച് ഇത് പരത്തിയെടുക്കണം. ഇങ്ങനെ ബാക്കിയിരിക്കുന്ന മാവും ഇതുപോലെ ഇട്ട് പരത്തിയെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി പരത്തി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് വെച്ചിട്ട് ഒന്ന് തിരിച്ച് മറിച്ചും എടുത്താൽ മതി. ഇത് വേകാൻ വേണ്ടി വെക്കണ്ട, ജസ്റ്റ് ഇതൊന്ന് ചൂടായാൽ മതി. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത്രയും മതി. ഇങ്ങനെ പരത്തി വെച്ചിരിക്കുന്ന ഓരോ മാവും ഇതുപോലെ ഇട്ട് ഒന്ന് തിരിച്ച് മറിച്ചും എടുക്കാം. സമോസ ഷീറ്റെല്ലാം ഞാനിവിടെ ചൂടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 4ആയിട്ട് കട്ട് ചെയ്യണം. ആദ്യം ഇതുപോലെ ഫോൾഡ് ചെയ്ത് 2ആയിട്ട് കട്ട് ചെയ്യാം. ഇനി ഇതിനെ ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്യാം. ഇതുപോലെ എല്ലാ ഷീറ്റും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇതെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഷീറ്റ് മടക്കിയിട്ട് ഫില്ലിംഗ് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സമോസ ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ പകുതിക്ക് ശേഷം ഈ റൗണ്ടിലേക്ക് നമുക്ക് ഗ്ലൂ തേച്ച് കൊടുക്കാം. ഇനി ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. ഇവിടേക്കും നമ്മൾ ഗ്ലൂ തേച്ച് കൊടുക്കണം. ഇതിനുള്ളിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഒട്ടും ഗ്യാപ്പ് വരാതെ വേണം നമ്മൾ ഇത് കവർ ചെയ്തെടുക്കേണ്ടത്. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഓയിലിൽ ഈ വെജിറ്റബിൾസ് ഇറങ്ങും. സമോസ ഷീറ്റെല്ലാം ഞാനിവിടെ ഫില്ല് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്ക് ഈ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ സമോസയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്ക് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം.
ബാക്കിയിരിക്കുന്ന സമോസ ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള വെജിറ്റബിൾ സമോസ ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.